ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത 2 ഹൃദയങ്ങൾ പാർട്ട് 4. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അടുത്ത ദിവസം രാവിലെ അർജുൻ ഡൈനിങ് ടേബിൾ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. കയ്യിലൊരു കപ്പ് ചായ ഉണ്ടായിരുന്നെങ്കിലും അത് കുടിക്കാൻ പോലും അവന് തോന്നിയില്ല. ദേവിക അവൻ്റെ മുന്നിലിരുന്നു. ഓഫീസിൽ ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അർജുൻ പതുക്കെ തല ഉയർത്തി. ലണ്ടനിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എന്നാൽ അവൾ അത് പുറത്തു കാണിച്ചില്ല. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അത് സാരമില്ല, കുറച്ച് മാസങ്ങളല്ലേ, ഞാനിവിടെ കാത്തിരിക്കാം. അർജുൻ അവളെ നോക്കി. ആ ചിരിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കണ്ണുനീർ അവൻ വ്യക്തമായി കണ്ടു. ആ വൈകുന്നേരം ദേവിക വീടിൻ്റെ മുറ്റത്തെ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. അർജുൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ദേവിക, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ ശരിക്കും ലണ്ടനിലേക്ക് പോയാൽ നീ എന്തു ചെയ്യും? ദേവിക കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, എല്ലാ ദിവസവും നിന്റെ ഫോണിന് കാത്തിരിക്കും, അത്രയുള്ളൂ. അല്ല, അവളുടെ ശബ്ദം വിറച്ചു. എല്ലാ രാത്രിയും ഈ വീടിൻ്റെ ടെറസിൽ കയറി ആകാശം നോക്കും. നീയും അതേ ആകാശം കാണുമെന്ന് വിചാരിച്ച് മനസ്സിനെ ആശ്വസിപ്പിക്കും. അത് കേട്ട നിമിഷം അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി മിണ്ടാതെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ദേവികയുടെ 2 കൈകളും തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ദേവിക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി. വീണ്ടും പറയൂ. അർജുൻ പുഞ്ചിരിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതകാലം മുഴുവൻ. ദേവിക കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഞാൻ പോലും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ നിമിഷം അവരുടെ പ്രണയത്തിന് വാക്കുകൾ ലഭിച്ചു. അത് കണ്ടുകൊണ്ട് ടെറസിൻ്റെ വാതിക്കൽ നിന്നിരുന്ന സുജാതയും രാഘവനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സുജാത പതുക്കെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമാധാനമായി. നമ്മുടെ മകൻ ശരിക്കും സന്തോഷവാനാണ്. പക്ഷേ അന്നു തന്നെ രാത്രി അർജുൻ്റെ ഫോണിലേക്ക് കമ്പനിയുടെ അവസാന കോൾ വന്നു. മിസ്റ്റർ അർജുൻ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ അന്തിമ തീരുമാനം അറിയിക്കണം, അല്ലെങ്കിൽ ഈ ജോലി മറ്റൊരാൾക്ക് നൽകും. ഒരു വശത്ത് വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്ന ജോലി, മറുവശത്ത് ജീവിതത്തെക്കാൾ പ്രിയപ്പെട്ട ദേവിക. അർജുൻ ഇതേത് തിരഞ്ഞെടുക്കും? അടുത്ത പാർട്ട് വേഗം ഇടാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം വരാട്ടോ. ഓക്കേ.